ഹായ് ഗൈസ്, ഞാൻ അജയ്. എൻ്റെ ചാനൽ AJ ദ ക്രാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതാണ്, സിംഗർ പ്രോമിസ് 1409. ഈ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. എനിക്ക് തയ്യൽ അറിയില്ല, തയ്യൽ മെഷീനുകളെ കുറിച്ച് അങ്ങനെ അറിയില്ല, വേണമെങ്കിൽ ABCD അറിയില്ല എന്ന് പറയാം. പക്ഷേ ഞാനിത് റിവ്യൂ ചെയ്താൽ, ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ പറ്റിയാൽ, ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് കാണിക്കാൻ പറ്റിയാൽ, എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു മെഷീൻ വളരെ യൂസർ ഫ്രണ്ട്ലി ആണെന്ന്. ഈ ഒരു മെഷീൻ യൂസർ ഫ്രണ്ട്ലി ആണോ എന്നറിയാനും പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാനും ഈ വീഡിയോ തുടർന്ന് കാണുക. ആദ്യം സിംഗർ പ്രോമിസ് 1409ൻ്റെ പാർട്സ് പരിചയപ്പെടാം. ഇത് പവറിൻ്റെയും ലൈറ്റിൻ്റെയും സ്വിച്ചാണ്. സ്വിച്ചിൻ്റെ അടിയിൽ കാണുന്നത് പ്ലഗ് സോക്കറ്റ് ആണ്. ഇത് ഹാൻഡ് വീലാണ്. ഇതുപയോഗിച്ച് സൂചിയുള്ള ഭാഗം ആവശ്യാനുസരണം മുകളിലേക്കാക്കാനും താഴേക്കാക്കാനും സാധിക്കും. അതുകൂടാതെ ത്രെഡ് ടേക്കപ്പ് ലിവർ താഴേക്കാക്കാനും മുകളിലേക്കാക്കാനും ഇത് ഉപകരിക്കും. ഇത് ബോബിൻ വൈൻഡിങ് സ്പിൻഡിലാണ്. ബോബിൻ വൈൻഡിങ് സ്പിൻഡിലിന് അടുത്ത് കാണുന്ന വൈറ്റ് പ്ലാസ്റ്റിക് സ്ട്രക്ചർ ആണ് ബോബിൻ സ്റ്റോപ്പർ. ഇത് സ്പൂൾ പിൻസ് ആണ്. ഇതിൽ നൂലിടാം. 2 നൂലിടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. മെഷീൻ ഈസിയായി കൊണ്ടു നടക്കാനായി ഇതിന് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ മെഷീൻ അധികം വെയിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് ത്രെഡ് ടെൻഷൻ ഡയൽ ആണ്. സ്റ്റിച്ച് ഇടാനായി എത്ര നൂല് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഓപ്ഷൻ ആണ്. ത്രെഡ് ടെൻഷൻ കുറവാണെങ്കിൽ സ്റ്റിച്ച് ലൂസ് ആയിരിക്കും, കുറെ നൂല് യൂസ് ആവുകയും ചെയ്യും. ടെൻഷൻ ഡയൽ നോർമലായി സെറ്റ് ചെയ്യുന്നത് 4.5-ലാണ്. 6x സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ തുണി ചുളിയുന്നുണ്ടെങ്കിൽ ടെൻഷൻ ഡയൽ 3ന്റെയും 4ന്റെയും ഇടയിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ സെറ്റ് ചെയ്യുക. ഇത് ബോബിൻ ത്രെഡ് ഗൈഡ് ആണ്. ബോബിനിൽ നൂല് ചുറ്റുമ്പോൾ ഈ റൗണ്ടിന്റെ അടിയിൽ കൂടി നൂലെടുക്കണം. തുണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിയിൽ കാണുന്ന യു ഷേപ്പിലൂടെ വേണം നൂല് കടത്തിവിടാൻ. ഇവിടെ ത്രെഡ് ടേക്കപ്പ് ലിവർ ഉണ്ട്. അത് നൂല് കോർക്കുമ്പോൾ ഞാൻ കാണിക്കാം. സ്റ്റിച്ച് കുനുകുന വേണോ അതോ അകത്തി വേണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ഡയലാണ്. ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് പാറ്റേൺ സെലക്ടർ ഡയലാണ്. ഏത് ടൈപ്പ് സ്റ്റിച്ച് ആണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഡയലാണ്. ഇതിലും കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ സ്റ്റിച്ചിങ് പാറ്റേൺ മാത്രമല്ല ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇതിൽ. ഇത് റിവേഴ്സ് സ്റ്റിച്ചിങ് ലിവർ ആണ്. ഈ വൈറ്റ് ലിവർ ആണ് പ്രഷർ ഫുഡ് ലിഫ്റ്റർ. ഇത് ആക്സസറി ബോക്സ് ആണ്. ഇതിങ്ങനെ വലിച്ചു ഊരാൻ സാധിക്കും. ഇതിൽ വേണമെങ്കിൽ നൂല്, സൂചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടു വെക്കാനുള്ള സ്പേസും ഉണ്ട്. ഈ ഒരു ഡോറ് തുറന്നിട്ട് വേണം ബോബിൻ കേസ് ഇടാനും ഊരാനും. ആക്സസറി ബോക്സിന് തിരിച്ച് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറ്റിയാൽ മതി. ഇനി പവർ കോഡ് പ്ലഗ് സോക്കറ്റിൽ കയറ്റാം. എന്നിട്ട് മെഷീൻ ഓൺ ചെയ്യാം. ഈ മെഷീനിൽ ലൈറ്റ് ഒക്കെ ഉണ്ട്. സൂചി ഇടാനൊക്കെ ലൈറ്റ് ഉള്ളതുകൊണ്ട് എളുപ്പമായിരിക്കും. മെഷീൻ വർക്ക് ആവുന്നുണ്ടോ എന്ന് സ്പീഡ് കൺട്രോളർ പ്രസ് ചെയ്തിട്ട് നോക്കാം. വർക്ക് ആവുന്നുണ്ട്. ഈ കാണുന്ന പീസ് ടേൺ ചെയ്താൽ നീഡിൽ ഊരാനും ഇടാനും സാധിക്കും. പ്രഷർ ഫുഡ് മാറ്റാനായി ഈ ഒരു ലിവറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബോബിനിൽ മെഷീൻ ഉപയോഗിച്ച് നൂല് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്പൂൾ പിന്നിൽ നൂലിടാം. ഇനി നൂല് ബാക്കിൽ നിന്ന് ഈ വീലിന് അടിയിലൂടെ ചുറ്റാം. ഇനി നൂലിന്റെ എൻഡ് ബോബിനിലുള്ള ഹോളിലൂടെ കയറ്റാം. അകത്തുനിന്ന് പുറത്തേക്കാണ് കയറ്റേണ്ടത്. കയറ്റിയതിനു ശേഷം എൻഡിൽ പിടിക്കാൻ ഭാഗത്തിന് കുറച്ച് നീട്ടി വെക്കണം. ഇനി ഇത് ബോബിൻ വൈൻഡിങ് സ്പിൻഡിലിൽ ഇടാം. അതിനുശേഷം റൈറ്റിലേക്ക് പുഷ് ചെയ്ത് ബോബിൻ സ്റ്റോപ്പറിലേക്ക് മുട്ടിക്കാം. ഇനി സ്പീഡ് കൺട്രോളർ കാലുകൊണ്ട് പ്രസ് ചെയ്യാം. ആദ്യത്തെ കുറച്ചു വട്ടം സ്പിൻ ചെയ്യുമ്പോൾ മുകളിലേക്ക് അടുത്ത നൂലിൽ പിടിക്കണം. അതിനുശേഷം വിടാം. ബോബിനിൽ ആവശ്യത്തിന് നൂലായതിനു ശേഷം വൈൻഡിങ് നിർത്താം. അല്ലെങ്കിൽ ബോബിൻ ഫുള്ളായാൽ മെഷീൻ തന്നെ നിർത്തിക്കോളും. ബോബിനിൽ നൂല് ഫുള്ളായാൽ സ്പീഡ് കൺട്രോളർ പ്രസ് ചെയ്താലും ബോബിൻ റൊട്ടേറ്റ് ആവുകയില്ല. ഇനി മുകളിലേക്ക് നീട്ടിവെച്ച നൂല് കട്ട് ചെയ്ത് കളയാം. ബോബിൻ കേസ് പുറത്തെടുത്ത് അതിൽ ബോബിൻ ഇടാം. നൂല് വലിക്കുമ്പോൾ ക്ലോക്ക് വൈസ് തിരിയുന്നത് പോലെ വേണം ബോബിൻ കേസിൽ ബോബിൻ ഇടാൻ. ബോബിൻ ഇട്ടതിന് ശേഷം ഈ ഗ്യാപ്പിലൂടെ കയറ്റി മിഡിലേക്ക് കൊണ്ടുവരണം. നൂല് മിഡിലിൽ നല്ല ഫ്രീ ആയിട്ടിരിക്കണം. ഇതുപോലെ ബോബിൻ കേസ് ഇനി തിരിച്ച് പൊസിഷനിൽ ഇടാം. പൊസിഷനിൽ വീഴുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ഇനി ഡോറിൽ നൂല് കൊടുങ്ങാത്ത വിധം നൂല് വെച്ചതിന് ശേഷം ഡോർ അടയ്ക്കാം. നീഡിലിൽ നൂലിടാനായി ആദ്യം ഇതാ ഈ ഗ്യാപ്പിലൂടെ ബാക്കിലൂടെ നൂല് കയറ്റാം. അതിനുശേഷം ഈ ഗ്രൂവിലൂടെ നൂല് കൊണ്ടുവന്ന് എൻഡിലെത്തുമ്പോൾ ടേൺ ചെയ്യണം. എൻഡിലെത്തുമ്പോൾ ടേൺ ചെയ്ത് മുകളിലേക്ക് എടുക്കുക. ഇനി ഹാൻഡ് വീൽ ടേൺ ചെയ്ത് ത്രെഡ് ടേക്കപ്പ് ലിവർ മുകളിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം നൂല് അതിലൂടെ ഇങ്ങനെ ടേൺ ചെയ്ത് കയറ്റാം. ഇനി നൂല് താഴേക്ക് കൊണ്ടുവന്ന് സൂചിക്ക് മുകളിലായി നൂല് ഗൈഡ് ചെയ്യാനായി C ഷേപ്പിൽ ഒരു മെറ്റൽ പീസ് ഉണ്ട്. അതിലേക്ക് കയറ്റിയതിനു ശേഷം ഫ്രണ്ടിൽ നിന്ന് സൂചിയുടെ ഐയിലേക്ക് കയറ്റാം. ഇനി സൂചിയിലുള്ള നൂല് വലിച്ചു പിടിച്ചതിന് ശേഷം ഹാൻഡ് വീൽ കൈകൊണ്ട് പയ്യെ തിരിച്ച് ബോബിൻ കേസിലുള്ള നൂല് മുകളിലേക്ക് കൊണ്ടുവരാം. സംഭവം ഈസിയാണ്. സൂചി മെഷീന്റെ ഉള്ളിൽ കയറേണ്ട താമസം. ബോബിന്റെ നൂല് ഒരു ലൂപ്പ് പോലെയായി മുകളിലേക്ക് വന്നോളും. പാറ്റേൺ സെലക്ടർ ഉപയോഗിച്ച് പല പാറ്റേൺ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ഏത് പാറ്റേൺ ആണോ വേണ്ടത് ആ പാറ്റേൺ സെലക്ട് ചെയ്താൽ മതി. ആദ്യം സ്ട്രെയിറ്റ് പാറ്റേൺ നോക്കാം. അതിനുശേഷം ഡയൽ ടേൺ ചെയ്ത് ഓരോ പാറ്റേൺ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. 1, 2, 3, 4 എഴുതിയിരിക്കുന്ന ഓപ്ഷൻ ബട്ടൺ ഹോൾ തയ്ക്കാനാണ്. അത് പിന്നീട് നോക്കാം. സ്റ്റിച്ച് ലെങ്ത് ഡയൽ 2.5 ഒക്കെ വരുന്നത് പോലെയാണ് വെക്കുന്നത്. ത്രെഡ് ടെൻഷൻ ഡയൽ 4.5-ലും. 6 ഒക്കെ അടിക്കുമ്പോൾ ടെൻഷൻ കുറയ്ക്കേണ്ടി വരും. പക്ഷെ ഞാൻ കുറയ്ക്കുന്നില്ല. എല്ലാ പാറ്റേണും 4.5-ൽ വെച്ചാണ് അടിക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. എല്ലാ പാറ്റേൺസും ഉഷാറായിട്ടുണ്ട്. ചില തുണിക്കൊക്കെ ഒരു ബെൻഡ് ഉണ്ട്. ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന്റെ കുഴപ്പമായിരിക്കും. സ്റ്റിച്ച് ചെയ്തതിന്റെ കുഴപ്പമാണോ അതോ ത്രെഡ് ടെൻഷൻ 3.5-ൽ ഇടാതെ 4.5-ൽ ഇട്ടതിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതായിരിക്കും കുഴപ്പം. അല്ലെങ്കിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തതിന്റെ കുഴപ്പമായിരിക്കും.
എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ സ്റ്റിച്ച് ചെയ്താൽ എന്തായാലും ഇങ്ങനെ ബെൻഡൊന്നും വരില്ല, നല്ല പെർഫെക്റ്റ് ആയിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കും ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ആപ്റ്റ് സ്കിൽസും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ പെർഫെക്ഷനോടെയും ശരിയാതെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ എന്ന്. ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനായി ഡാണിംഗ് പ്ലേറ്റ് ഫിക്സ് ചെയ്യണം. ഡാണിംഗ് പ്ലേറ്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ചെറിയ പ്രൊജക്ഷൻ ഉണ്ട്. അത് മെഷീന്റെ ഹോളിൽ കയറുന്നത് പോലെ വേണം വെക്കാൻ. ഇതാ ഇങ്ങനെ. ഇനി പാറ്റേൺ സെലക്ടഡ് ഡയൽ 6 ആഗിൽ സെറ്റ് ചെയ്യാം. ആദ്യം ബട്ടൺ സ്റ്റിച്ചിങ് ഫൂട്ട് ഇടാം. ഇനി സ്റ്റിച്ച് ചെയ്യേണ്ട ബട്ടൺ തുണിയുടെ മുകളിൽ വെച്ച് ഫൂട്ടിന്റെ അടിയിൽ വെക്കാം. ഇനി ഹാൻഡ് വീൽ പതുക്കെ നീക്കി നീഡിൽ ബട്ടൺ ഹോളിൽ കയറുന്നത് പോലെയാണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ഹോൾസിൽ നീഡിൽ കറക്റ്റ് കയറുന്നത് പോലെ ബട്ടൺ അഡ്ജസ്റ്റ് ചെയ്യണം. ഹാൻഡ് വീൽ ഉപയോഗിച്ച് നീഡിൽ കറക്റ്റ് ആയിട്ടാണ് കയറുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇനി നീഡിലിൽ നൂല് കയറ്റി സ്പീഡ് കൺട്രോൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ആവശ്യത്തിന് സ്റ്റിച്ച് ആയതിനു ശേഷം സെലക്ടഡ് ആയാൽ സ്ട്രെയിറ്റ് സ്റ്റിച്ചിങ്ങിലേക്ക് മാറ്റുക. അതിനുശേഷം ഒരു ഹോളിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഇനി അടുത്ത 2 ഹോളൂടെ സ്റ്റിച്ച് ചെയ്യാം. എനിക്കിത് അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. നീഡിൽ ബട്ടൺ ഹോളിൽ കയറുന്ന ഭാഗത്തിന് വെക്കുന്ന ടൈം കൊണ്ട് കൈകൊണ്ട് തയ്ച്ചു തീർക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ടൈം യൂസർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. പ്രാക്ടീസ് ആയാൽ ചിലപ്പോൾ ഇതായിരിക്കും എളുപ്പം. ഇനി ബട്ടൺ ഹോൾ കൂടി സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ആദ്യം ബട്ടൺ ഹോൾ ഫൂട്ട് ഫിക്സ് ചെയ്യാം. ആൽഫബറ്റ് ബി സ്റ്റിച്ച് ചെയ്യുന്ന ആളെ ഫേസ് ചെയ്യുന്ന പോലെ വെക്കണം. ഇനി ഫൂട്ട് ലോക്ക് ചെയ്യാം. ലോക്ക് ആയിട്ടുണ്ട്. ബട്ടൺ തുണിയിൽ വെച്ച് മുകളിലും താഴെയും മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു സ്കെയിൽ എടുത്ത് മിഡിൽ വരുന്നത് പോലെ 2 മാർക്കും തമ്മിൽ യോജിപ്പിക്കാം. ആദ്യം പാറ്റേൺ സെലക്ടർ ഡയൽ 1ൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം സ്റ്റിച്ച് ലെങ്ത് ഡയൽ 1ൽ സെറ്റ് ചെയ്യാം. ഇനി സ്പീഡ് കൺട്രോളർ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഒരു 8 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നീഡിൽ മാക്സിമം മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം പാറ്റേൺ സെലക്ടർ ഡയൽ 2ലേക്ക് ഇടുക. ഇനി വീണ്ടും സ്റ്റിച്ച് ചെയ്യാം. മാർക്ക് ചെയ്ത് എൻഡ് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് നിർത്തണം. ഇനി നീഡിൽ മാക്സിമം മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം പാറ്റേൺ സെലക്ടർ ഡയൽ 3ൽ ഇടുക. അതിനുശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. ഒരു 8 സ്റ്റിച്ച് ആയതിനു ശേഷം സ്റ്റിച്ച് ചെയ്യുന്നത് നിർത്തി നീഡിൽ മാക്സിമം ഉയർത്തുക. ഇനി പാറ്റേൺ സെലക്ടർ 4ൽ ഇടുക. ഇനി വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. ഹൊറിസോണ്ടലായി സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷൻ എത്തുമ്പോൾ നിർത്തണം. ഇനി ഇതിന്റെ മിഡിലിൽ ഹോൾ ഇടാം. അതിനായി സീം റിപ്പർ ഊരിയെടുക്കാം. ഇനി സീം റിപ്പർ ഇങ്ങനെ കയറ്റി ഒരെൻഡിൽ നിന്നും മറ്റേ എൻഡ് വരെ നീക്കാം. നീക്കിയതിനു ശേഷം എക്സസ് ആയിട്ടുള്ള തുണി സീം റിപ്പർ ഉപയോഗിച്ച് ചെത്തിക്കളയാം. ഇനി ഇതിലൂടെ ബട്ടൺ കയറ്റി നോക്കാം. ഈസി ആയിട്ട് കയറുന്നുണ്ട്. ഈ പരിപാടി എളുപ്പമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ആർക്കും അനായാസമായി ചെയ്യാൻ പറ്റുമെന്നാണ്. ഇനി സിപ്പർ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഓൾ പർപ്പസ് ഫൂട്ട് മാറ്റി സിപ്പർ ഫൂട്ട് ഇടണം. സിപ്പർ ഫൂട്ട് ഇടുന്നത് ഞാൻ കാണിക്കുന്നില്ല, പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. സിപ്പർ ഫൂട്ടിന്റെ പ്രൊജക്ഷൻ ഉള്ള ഭാഗം സിപ്പറിന്റെ പ്രൊജക്ഷൻ ഉള്ള ഭാഗത്തിന് പാരലായി വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. സംഭവം എളുപ്പമാണ്. ഇങ്ങനെ തയ്ക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ ചില ഡിഫിക്കൽട്ടീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് വെറുതെ വെച്ച് തയ്ച്ചാണല്ലോ. പാൻസിന് സിപ്പർ വെക്കുമ്പോഴും ജാക്കറ്റിന് സിപ്പർ വെക്കുമ്പോഴും ഇത്രയ്ക്ക് എളുപ്പമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പ്രാക്ടീസ് തന്നെ വേണം. ഇത് വെറുതെ വെച്ച് തയ്ച്ചതാണ്, അതുകൊണ്ടാണ് ഇത് എളുപ്പമായി തോന്നിയത്. എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഈ ഒരു മെഷീനിൽ സിപ്പർ തയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്നെപ്പോലുള്ളവർക്ക് പ്രാക്ടിക്കലായി ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സിംഗർ പ്രോമിസ് 1409 ശരിക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു ബിഗിനറായി എനിക്ക് തയ്യൽ മെഷീനെ കുറിച്ച് ABCD അറിയാത്ത എനിക്ക്, തയ്യൽ അറിയാത്ത എനിക്ക് ആ മെഷീൻ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ തയ്യൽ അറിയാവുന്നവർക്ക് ഇത് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗിനേഴ്സിന് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. എക്സ്പേർട്സിന് ശരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇതെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാനിതിന് കൊടുക്കാൻ പോകുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5 ആണ്. ഞാൻ ഇതിന് 4.8 വരെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനുള്ള ആ ഒരു എക്സ്പെർട്ടീസ് എനിക്കില്ല. എനിക്ക് തോന്നുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് വേണം അങ്ങനെ ഒരു റേറ്റിംഗ് കൊടുക്കാൻ. എനിക്ക് ആ ഒരു റേറ്റിംഗ് കൊടുക്കാനുള്ള എക്സ്പെർട്ടീസ് ഇല്ല. പക്ഷേ ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഒരു ബിഗിനർ എന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5 ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.